ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആംസ് ഹെവൻ. അങ്ങനെ കുറേ ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ ഇത് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേണിയാണ്. ഞാൻ എങ്ങനെയാണ് ഈ വർഷം 10 കിലോ കുറച്ചത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ ഫിറ്റ്നസ് ചലഞ്ചിൽ കണ്ടിട്ടുണ്ടാവും. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പക്ഷെ എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് തിങ്, ഇതൊരു ലോങ് വീഡിയോ ആവാനുള്ള ചാൻസ് ഉണ്ട്, കാരണം എൻ്റെ ഒരു ഫിറ്റ്നസ് ജേണി ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലോങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ മാക്സിമം ഷോർട്ടാക്കി പറയാനായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ സൈഡിൽ വെച്ച് കേട്ടാലും മതി. കണ്ടിരിക്കാൻ മാത്രമായിട്ട് എൻ്റെ ഫേസും എൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സൈഡിൽ വെച്ച് നിങ്ങൾ കേട്ടാൽ മതി. പിന്നെ ഒരു 1.5x സ്പീഡിലൊക്കെ ഇട്ട് ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കാം, അത്രയും ക്ഷമയൊന്നും ഇല്ലാത്തവർക്ക്. സെക്കൻഡ് തിങ്, ഞാൻ ഒരു പ്രൊഫഷണൽ ന്യൂട്രീഷനിസ്റ്റ് അല്ല. ഭാവിയിലൊക്കെ ചിലപ്പോൾ ആവുമായിരിക്കും, ഇപ്പം എന്തായാലും അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അഡ്വൈസ് ഒന്നല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. അതിൽ നിന്നിപ്പോൾ നിങ്ങൾക്കൊക്കെ കുറച്ച് മോട്ടിവേഷൻ കിട്ടുമായിരിക്കും. ഇപ്പം എന്തായാലും 2024 കഴിയാനായിട്ട് ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ അല്ലേ. അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ആയിട്ട് പലരും വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആവുമായിരിക്കും. അതുപോലെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഒക്കെ എല്ലാവർക്കും കിട്ടുമായിരിക്കും. പിന്നെ ഇപ്പോൾ എന്ന് പറയുന്ന ഇപ്പോൾ ഒരുപാട് റിസോഴ്സസ് ഉണ്ട് നമുക്ക് കാര്യങ്ങൾ അറിയാനായിട്ട്. ഒരുപാട് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ചെയ്തത്, എനിക്ക് വന്ന കുറച്ച് മിസ്റ്റേക്സ്, അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ എൻ്റെ ഇപ്പോഴത്തെ ഒരു വെയിറ്റ് അപ്ഡേറ്റ്, ഫിറ്റ്നസ് ചലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 മാസത്തോളം ആയിട്ടുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ഒരു വെയിറ്റ് അപ്ഡേറ്റും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എൻ്റെ ഫിറ്റ്നസ് ചലഞ്ച് ഫിനിഷ് ആകുന്നത് October 31 അന്നത്തെ എൻ്റെ വെയിറ്റ് 62.5 ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം എനിക്കൊരു കൺട്രോളും ഉണ്ടായിരുന്നില്ല. ദിവാലി ആയിരുന്നു, ഞാൻ അതുകൊണ്ട് ഇഷ്ടം പോലെ ദിവാലി സ്വീറ്റ്സ് ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വെയിറ്റാണ് 63.7. ഞാൻ ഒരു മാസം കൊണ്ടാണ് 2 കിലോ ഒന്ന് കഷ്ടി കുറച്ചത്. പക്ഷേ 1.5 കിലോ ഒരു 3-4 ദിവസം കൊണ്ട് സുഖമായിട്ട് കൂടി. ഞാൻ വിചാരിച്ചത് ബാക്ക് ടു ട്രാക്കിലേക്ക് വരുമ്പോൾ ഒരാഴ്ച കൊണ്ട് ഈ കൂടി വെയിറ്റ് ഒക്കെ കുറയുന്നതാണ്. പക്ഷെ കുറഞ്ഞില്ല. വീണ്ടും ഒരു മാസം തന്നെ എടുത്തു എൻ്റെ ഈ വെയിറ്റ് ഒന്ന് കുറയാനായിട്ട്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് December 11. അന്നത്തെ എൻ്റെ വെയിറ്റാണ് 62.75. അപ്പോൾ എൻ്റെ ബോഡിയിൽ ഇങ്ങനെയാണ്. വെയിറ്റ് കൂടാനായിട്ട് വളരെ എളുപ്പമാണ്, പക്ഷെ കുറയാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ വെയിറ്റ് അപ്ഡേറ്റ് ഒക്കെ കണ്ടല്ലോ. എൻ്റെ ബോഡി ഇങ്ങനെയാണ്. 2 ദിവസം ഒന്നും ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ 2 കിലോ കൂടും. ആ 2 കിലോ കുറയണമെങ്കിൽ 1.5-2 മാസത്തോളം ഞാൻ പണിയെടുക്കണം. അതാണ് അവസ്ഥ. ഓക്കെ, അപ്പം എൻ്റെ ഒരു ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബിഗിനിങ് എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. എല്ലാ സ്ത്രീകളുടെയും പോലെ പ്രഗ്നൻസി, ഡെലിവറി ആ ഒരു ടൈമിലാണ് എനിക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്നത്. അതുവരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മാൾട്ടീനെ പ്രഗ്നൻ്റ് ആയ ടൈമിൽ എൻ്റെ വെയിറ്റ് 60 ആയിരുന്നു. അത് കഴിഞ്ഞ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി എൻ്റെ വെയിറ്റ് 75 ആയിരുന്നു. അതായത് അറൌണ്ട് 15 kgs ഞാൻ ആ ടൈമിൽ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ത്രീകളും പ്രഗ്നൻ്റ് ആകുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടും. എൻ്റെ വെയിറ്റ് ഗെയിനിൽ മേജർ റീസൺ എന്ന് പറയുന്നത് ഞാൻ ചോറ് കുറേ കഴിക്കുമായിരുന്നു. എനിക്ക് വിശക്കുമ്പോഴൊക്കെ ഞാൻ ചോറാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഫസ്റ്റ് പ്രഗ്നൻസിയാണ്, നമുക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയില്ല. ആൻഡ് ഐ വാസ് ടു യങ്. ഐ വാസ് ജസ്റ്റ് 22 years old when I got pregnant first time. അപ്പം അതിൻ്റെ ഒരു അറിവില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് 8 years ബാക്കാണ്. അപ്പം നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഒന്നും ഇപ്പോൾ ഉള്ള പോലെ ഇല്ല. നമുക്ക് കുറേ യൂട്യൂബ് ചാനൽസോ വീഡിയോസൊന്നും അന്നില്ല. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നതും പിന്നെ നമ്മളുടെ പേരൻസ് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ആ ടൈമിൽ ഫോളോ ചെയ്തിരുന്നത്. അതായത് 2 പേർക്കുള്ള ഫുഡ് കഴിക്കണം, ശ്രദ്ധിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് ഞാൻ ബ്ലൈൻഡ്ലി അങ്ങ് ഫോളോ ചെയ്തിരുന്നു. 2 പേർക്കുള്ള ചോറ് ഞാൻ ഇഷ്ടം പോലെ കഴിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു വെയിറ്റ് ഗെയിൻ എനിക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ആഫ്റ്റർ ഡെലിവറി അതുവരെയുള്ള എൻ്റെ ഒരു ബോഡി ടൈപ്പ് അനുസരിച്ച് ചോറ് ഒന്ന് അളവ് കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് കുറയും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആഫ്റ്റർ ഡെലിവറി എൻ്റെ വെയിറ്റ് കുറഞ്ഞില്ല. ഒരു 4 കിലോ ഡെലിവറി കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ കുറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 72-71 റേഞ്ചിലായിരുന്നു. മൾട്ടിക്ക് ഒരു 1 year ആകുന്നവരെ ഞാൻ ഡയറ്റൊന്നും കാര്യമായിട്ട് നോക്കിയിട്ടില്ല, ഫീഡിങ് ആയതുകൊണ്ട്. പിന്നെ എക്സസൈസ് എന്ന് പറയാനായിട്ടും കാര്യമായിട്ടൊന്നും ചെയ്തിരുന്നില്ല. വീട്ടിൽ എക്സസൈസ് ചെയ്യുന്ന ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, അത് കുറച്ചു നേരം ചെയ്യുന്നല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും എക്സസൈസ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് അതിനെ ഡയറ്റിനെയും വർക്കൗട്ടിനെയൊക്കെ കുറിച്ച് കാര്യമായിട്ടുള്ള അറിവും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു ഇയറിൽ എൻ്റെ 1.5-2 കിലോ കഷ്ടി കുറഞ്ഞുള്ളൂ. വലിയ കാര്യമായിട്ടുള്ള വെയിറ്റ് ലോസ് ഒന്നും ആ ടൈമിൽ ഉണ്ടായിട്ടില്ല. മൾട്ടിക്ക് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഡയറ്റ് ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചു തുടങ്ങി. അതായത് നമ്മൾക്ക് അന്ന് അറിയാവുന്ന ഡയറ്റ് എന്ന് പറയുന്നത് ചോറ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക, ഷുഗർ ഒഴിവാക്കുക, അതുപോലെ സാലഡ്സ് ഒക്കെ കഴിക്കുക. അതാണ് ഞാൻ ആ ടൈമിൽ ഫോളോ ചെയ്തിരുന്നത്. ചോറ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഒരു നേരം ചപ്പാത്തിയാണ് കഴിച്ചത്. പിന്നെ അടുത്ത നേരം ഓട്സ് കഴിക്കും, അല്ലെങ്കിൽ സാലഡ്സ്, ഗ്രിൽഡ് ചിക്കൻ, അതൊക്കെയാണ് കഴിച്ചിരുന്നത്.
അതിൻ്റെ കൂടെ ഒരു ഹാഫ് ആൻ അവർ എക്സസൈസും കൂടി ചെയ്തിരുന്നു. അന്ന് ആര്യ ബാലകൃഷ്ണന്റെ സൂംബ ആയിരുന്നു ഞാൻ ഫോളോ ചെയ്തിരുന്നത്. കൂടെ കുറച്ചു നേരം സൈക്ലിങ്ങും ചെയ്യായിരുന്നു. അങ്ങനെ ഒരു മാസം കൊണ്ട് എൻ്റെ 5 കിലോ കുറഞ്ഞു. അപ്പോൾ അതെനിക്ക് വർക്കിംഗ് ആയിട്ട് തോന്നി, എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി, ഫോളോ ചെയ്യുന്നതാണെന്നൊക്കെ എനിക്കൊരു തോന്നൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ അതൊരു ട്രാക്കിലെത്തിയപ്പോഴേക്കും ഐ ഗോട്ട് പ്രഗ്നന്റ് അഗെയിൻ. അപ്പോൾ പിന്നെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷെ രണ്ടാമത് പ്രഗ്നന്റ് ആയപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയല്ലോ, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ എനിക്ക് തോന്നി ഞാനിങ്ങനെ 2 പേർക്കുള്ള ഫുഡൊന്നും കഴിക്കേണ്ട കാര്യമില്ല. പിന്നെ അതുവരെ ചോറൊക്കെ ഒഴിവാക്കിയുള്ള ഒരു ഡയറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ചോറ് കഴിക്കണമെന്ന് തോന്നാറുണ്ടായിരുന്നില്ല. കുറച്ച് കഴിക്കുമ്പോഴേക്കൊക്കെ വയറ് നിറയുമായിരുന്നു. അപ്പം ഞാൻ ഒരു നേരം ചോറും പിന്നെ അടുത്ത നേരം ചപ്പാത്തിയൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്. ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു ഫുഡും ആ ടൈമിൽ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് ആ ടൈമിൽ കുറേ നല്ല ഫ്രണ്ട്സിനെയും നല്ല നെയ്ബേഴ്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് താമസിക്കുന്നവർക്കറിയാം, നമ്മൾക്ക് ഒരു പ്രഗ്നന്റ് ആകുമ്പോൾ ഒരു സ്ത്രീ മിസ് ചെയ്യുന്നത് അവരുടെ അമ്മമാരെയൊക്കെ ആയിരിക്കും. നമുക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, നമ്മളുടെ അമ്മമാരുടെ കൂടെയൊക്കെ നിൽക്കാം. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു മിസ്സിങ് ഭയങ്കര വലുതാണ്. അപ്പോൾ അവരുടെ ഫുഡും നമുക്ക് മിസ് ചെയ്യും. അതൊക്കെ ഇവിടെയുള്ളവർക്കൊക്കെ എല്ലാവർക്കും നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ സ്നേഹിച്ചത് നല്ല ഫുഡ് തന്നിട്ടാണ്. ഞാനത് നല്ലപോലെ കഴിച്ചിട്ടുണ്ട്. ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കഴിക്കുന്നത് കുറച്ച് വാച്ച് ഔട്ട് ചെയ്യാറുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ കഴിക്കാറുണ്ടായുള്ളൂ. കുത്തി കയറ്റി അങ്ങനെ കഴിക്കൽ ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് പ്രഗ്നൻസിയിലും ഞാൻ 15 kgs ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഗ്നന്റ് ആകുന്ന ടൈമിൽ എൻ്റെ വെയിറ്റ് 65 ആയിരുന്നു. ഡെലിവറി ടൈമിൽ അത് 80 ആയിരുന്നു. ഇതുവരെയുള്ള എൻ്റെ ലൈഫിലെ ഹയസ്റ്റ് വെയിറ്റ് ആണത്. ഡെലിവറി കഴിഞ്ഞ ഉടനെ ഒരു 3-4 കിലോ കുറഞ്ഞിരുന്നു. ബേബി വെയിറ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞ് അത് കഴിഞ്ഞ് അതുട്ടന് 1 ഇയർ ആകുമ്പോഴേക്കും ഞാൻ അറൗണ്ട് 10 കിലോ വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമുക്ക് ഇങ്ങനെ എക്സസൈസ് ചെയ്യലൊന്നും നടക്കില്ല. കാരണം 2 മക്കളും ചെറുതാണ്. മാൾട്ടിക്കന്ന് 2 വയസ്സേ ഉള്ളൂ. പിന്നെ ഒരു ന്യൂ ബോൺ ബേബി. അതുപോലെ ഡയറ്റ് ചെയ്യലും അത്രയ്ക്ക് പോസിബിൾ ആയിരുന്നില്ല. എൻ്റെ അതുവരെയുള്ള ഒരു ഡയറ്റ് പാറ്റേൺ ഒക്കെ തന്നെയായിരുന്നു. ഒരു നേരം ചോറ്, ഒരു നേരം ചപ്പാത്തി, അങ്ങനെയൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്. പക്ഷേ വിത്തിൻ 1 ഇയർ എൻ്റെ 10 കിലോ വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ കുറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ പ്രഗ്നൻസി ടൈമിൽ എന്ത് കഴിക്കുന്നോ അത് പോസ്റ്റ് പ്രഗ്നൻസി വെയിറ്റ് ലോസിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മൾ അൺഹെൽത്തി ഫുഡാണ്, കുറേ ചോറൊക്കെ വാരി കഴിക്കുകയാണ്, ഹെൽത്തി ആയിട്ടൊന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഡെലിവറി നമ്മളുടെ വെയിറ്റ് ലോസും സ്ലോ ആയിരിക്കും. അതെനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ അതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. ബട്ട് സെക്കൻഡ് പ്രഗ്നൻസി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്ന് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് ആഫ്റ്റർ ഡെലിവറി ഉള്ള ഒരു വെയിറ്റ് ലോസ് കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഞാൻ വലിയ എഫേർട്ടൊന്നും എടുക്കാതെ 10 കിലോ വിത്തിൻ 1 ഇയർ എനിക്ക് കുറഞ്ഞു. അന്ന് നമുക്ക് അപ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ടായിരിക്കും, കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും അന്ന് എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ആതുട്ടന് ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങി. ആ ടൈമിലാണ്, ആതുട്ടന് 1 ഇയർ ആയ ടൈമിലാണ് നമ്മളുടെ കോവിഡ് വരുന്നത്. എന്നാലും എൻ്റെ ലൈഫ് സ്റ്റൈലിലൊന്നും വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായില്ല. നമ്മളൊട്ടും പുറത്തു പോകാതായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ കുറച്ചും കൂടി കൂടുതലൊക്കെ ആക്റ്റീവ് ആവാൻ നോക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി കൂടുതൽ എക്സസൈസ് ഒക്കെ ചെയ്തു തുടങ്ങി. പ്രഗ്നൻസി രണ്ടാമത് പ്രഗ്നന്റ് ആയപ്പോൾ ഞാൻ കുറച്ച് പ്രിനേറ്റൽ വർക്കൗട്ട്സ് ഒക്കെ ചെയ്തിരുന്നു കേട്ടോ. അധികം നമുക്ക് പ്രഷർ വരാത്ത പോലെ എൻ്റെ ബോഡി കണ്ടീഷൻ ആ ടൈമിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു 5th മന്ത് വരെ 2 പ്രഗ്നൻസിയിൽ എനിക്ക് നല്ല വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത്രയ്ക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ എക്സസൈസും പിന്നെ കുറച്ച് നടക്കാനൊക്കെ പോയിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ആഫ്റ്റർ പ്രഗ്നൻസി ആ വെയിറ്റ് ലോസ് കുറച്ചും കൂടി ഈസി ആയിരുന്നത്. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാനിതൊന്നും ചെയ്തിട്ടില്ല, വെറും തീറ്റ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആദ്യത്തിന് 1 വയസ്സ് കഴിഞ്ഞു കോവിഡൊക്കെ വന്നെങ്കിലും ഞാൻ എൻ്റെ ഒരു രീതി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആ ടൈമിൽ ഞാൻ കുറേ ക്രാഷ് ഡയറ്റ്സ് ഒക്കെ ചെയ്തിരുന്നു കേട്ടോ. കീറ്റോ ഡയറ്റ് ഒക്കെ ചെയ്തു. പക്ഷേ എനിക്കതൊന്നും വർക്കായില്ല. വെയിറ്റ് നല്ലപോലെ കുറഞ്ഞിരുന്നു. കീറ്റോ ഡയറ്റ് ഒന്നും എനിക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ചോറൊട്ടും കഴിക്കരുത്, ഷുഗർ കണ്ടന്റുള്ള ഒരു ഫുഡ് നമ്മൾ അതിൽ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഹൈ ഫാറ്റുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അത് റെഗുലറായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കത് എൻ്റെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്തില്ല. ബിക്കോസ് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വയറിന് കുറേ ഇഷ്യൂസ്, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, ആക്നെ വന്നു. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 വീക്സ് ചെയ്ത് എനിക്കത് നിർത്തേണ്ട വന്നു. ആ നിർത്തി നമ്മൾ വീണ്ടും നമ്മളുടെ ചോറൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോൾ ആ കുറഞ്ഞ വെയിറ്റൊക്കെ 2 ആഴ്ച കൊണ്ട് ഒരു 3-4 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുറഞ്ഞ വെയിറ്റൊക്കെ നമ്മൾ നോർമൽ ഫുഡ് കഴിച്ചപ്പോൾ അത് കൂടും ചെയ്തു. അങ്ങനെ ഒരു വിത്തിൻ 1 ഇയർ ആദ്യത്തന്നെ ഒരു 2 വയസ്സാകുമ്പോഴേക്കും ഞാൻ അറൗണ്ട് 18 kgs കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ആ ടൈമിലൊന്ന് 10 ദിവസത്തേക്ക് വേണ്ടി നാട്ടിൽ പോകേണ്ടി വന്നു. പക്ഷേ സ്റ്റിൽ കോവിഡ് വാസ് ദെയർ. അതുകൊണ്ട് തന്നെ 10 ദിവസത്തേക്ക് പോയി ഞാൻ 4 മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. നാട്ടിൽ സ്റ്റക്കായി പോയി, എയർപോർട്ടൊക്കെ ക്ലോസ്ഡ് ആയതുകൊണ്ട്. ആ ടൈമിലുള്ള കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കാരണം എനിക്കൊരു 7 കിലോ കൂടിയിരുന്നു. ഞാൻ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ വെയിറ്റ് 63 ആയിരുന്നു. തിരിച്ചു വന്നപ്പോൾ 78 ആയിരുന്നു വന്നത്.
അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി, സ്ട്രെസ് ഉണ്ടെങ്കിൽ എൻ്റെ വെയിറ്റ് കൂടുന്നു. ചിലർക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയുകയാണ് ചെയ്യുക. പക്ഷെ എനിക്ക് സ്ട്രെസ് കാരണം വെയിറ്റ് കൂടുകയാണ് ചെയ്തത്. ആ കൂടി വെയിറ്റ് കുറയാനായിട്ട് കുറച്ചധികം ടൈം എടുത്തു. ഞാൻ തിരിച്ചിവിടെ വന്നിട്ട് ഞാൻ ജോലിക്ക് കയറിയായിരുന്നു. അന്ന് എൻ്റെ ഡ്യൂട്ടി ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് 9 to നൈറ്റ് 8 o'clock വരെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എക്സസൈസ് ചെയ്യാനൊന്നും ടൈമില്ല, ഡയറ്റ് ഒന്നും നോക്കാൻ പറ്റില്ല, നമ്മൾ അത്രയും ഒരു ലോങ് അവേഴ്സ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമുക്കൊന്നിനും ടൈമില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് നടത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ആക്ച്വലി നമ്മൾ ബാക്കിയൊക്കെ പറയുന്നത് കുറേയൊക്കെ എക്സ്ക്യൂസ് ആണ്, റിയൽ ആയിട്ടുള്ള റീസൺസും ഉണ്ടാവും, പക്ഷെ കുറേയൊക്കെ എക്സ്ക്യൂസ് ആണ്. കാരണം ഈ ഡ്യൂട്ടി ചെയ്തിരുന്ന ടൈമിൽ തന്നെയാണ് ഞാനൊരു 2 ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു. ഒരു 2 മാസത്തോളം ജിമ്മിൽ പോയിരുന്നു. അതിനൊക്കെ എനിക്ക് ടൈം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ സിറ്റുവേഷൻസ് വേറെ ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് വീട്ടിലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. കുറച്ച് നാൾ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പം ഞാനിത് പറയില്ല എനിക്ക് പറ്റി അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും പറ്റും, അതെനിക്കറിയാം, അതങ്ങനെ പറയാനായിട്ട് എളുപ്പമാണ്. പക്ഷെ അത് റിയാലിറ്റിയിൽ വരുമ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എൻ്റെ സിറ്റുവേഷൻസ് ആയിരിക്കില്ല അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ UAE-ലാണ്. എനിക്ക് ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും കാര്യം അത് നമ്മളുടേതായിട്ടുള്ള ഒരു പേസിൽ ചെയ്താൽ മതി. പക്ഷെ നാട്ടിൽ നമ്മളുടെ പേരൻസിൻ്റെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ ആ സിറ്റുവേഷൻസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലും കുറേ വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ ചിലർ പറയും നിങ്ങൾക്ക് കുറച്ച് നേരത്തെ എണീറ്റ് എക്സസൈസ് ഒക്കെ ചെയ്യാം എന്നൊക്കെ പറയും. അതും എല്ലാവർക്കും നടക്കണമെന്നില്ല. കാരണം രാത്രി ലേറ്റ് ആയിട്ട് ഒരു 11 മണി 12 മണിക്കൊക്കെ കിടക്കുന്നവരുണ്ടാവും. അവർ ഓൾറെഡി രാവിലെ ഒരു 5 മണിക്കായിരിക്കും എഴുന്നേൽക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മണി 4:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് വളരെ കുറച്ച് ഉറക്കമാണ് കിട്ടുന്നത്. നമ്മൾ ഈ ഡയറ്റും വർക്കൗട്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു 7 to 8 hours ഉറങ്ങുക എന്നുള്ളത്. അങ്ങനെ ഉറക്കം വേണ്ടാന്ന് വെച്ച് നമ്മളുടെ ബോഡിക്ക് ഒരു പനിഷ്മെന്റ് കൊടുത്ത് കുറെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തായാലും ഗുണമുണ്ടോയെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പോൾ അതുകൊണ്ട് ഉറക്കവും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സസൈസ് അതുപോലെ നമ്മൾക്ക് സ്ട്രെസ്സും നമ്മൾ കൺട്രോൾ ചെയ്യാം. അതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മൾക്ക് നമ്മളുടെ ഡെയിലി റുട്ടീൻസ് അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ദിവസം ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾക്ക് ടൈം കണ്ടെത്തി നമുക്ക് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കുറേ ടൈം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സ്പെൻഡ് ചെയ്യും, കുറേ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ കുറേ സമയം നമ്മൾ കളയുന്നുണ്ട് നമ്മളറിയാതെ തന്നെ. നമ്മളുടെ ഫോണിൽ സ്ക്രീൻ ടൈം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. നമ്മൾ ഈ കൗച്ചിലിരുന്ന് കുറേ വീഡിയോസ് കാണുന്ന ആ ഒരു ടൈം, അല്ലെങ്കിൽ നമ്മൾ ബെഡിൽ കിടന്ന് കുറേ വീഡിയോസൊക്കെ കാണുന്ന ആ ഒരു ടൈം കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും നല്ലതായിട്ടില്ലേ. ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ലോസിൻ്റെ വീഡിയോയിൽ ചലഞ്ചിൻ്റെ ടൈമിൽ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഞാൻ എന്തെങ്കിലും വീഡിയോസൊക്കെ അതിൻ്റെ കൂടെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു എൻ്റർടൈൻമെൻറ്റും ആയി, നമ്മളുടെ ബോഡിക്ക് ഒരു എക്സസൈസും ആയി. ഇതിപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ നമ്മളുടെ അമ്മമാരുടെ ആ ഒരു ടൈമിലൊക്കെ അവർ കുറച്ചും കൂടി ആക്റ്റീവ് ആയിരുന്നു, അവർ കുറേ ജോലികളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം കുറച്ച് ഈസി ഗോയിങ് ആണ്. നമ്മളുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ളൊരു വർക്കൗട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ ഓഫീസ് ജോബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരുടെയും ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു മിഡിൽ ഏജ് ആകുമ്പോൾ തന്നെ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെയിറ്റ് ലോസിന് അല്ലെങ്കിൽ തന്നെയും നമ്മളുടെ ബോഡിക്ക് ഒരു വർക്കൗട്ട് കൊടുക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെല്ലാവരും, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അത് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് തുടങ്ങി അതൊരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഫോളോ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ ഡെയിലി റൂട്ടീൻസ് ആയിട്ട് നമ്മൾ സ്ഥിരം ബ്രഷ് ചെയ്യുന്നുണ്ട്, ഡെയിലി കുളിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ഇപ്പോൾ എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇതുപോലൊരു ഡെയിലി റൂട്ടീനായിട്ട് മാറിക്കഴിഞ്ഞു. ഞാനത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് അങ്ങനെ ഒരു വലിയ പ്രഷർ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല. അത് ഞാൻ ഇത്രയും നാൾ കണ്ടിന്യൂ ചെയ്ത് വന്നതുകൊണ്ടായിരിക്കാം. ആക്ച്വലി ഞാനിപ്പോൾ അറൗണ്ട് 8 years ആയി ഈ വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി തുടങ്ങിയിട്ട്. അതിൽ തന്നെ ഈ വർഷം 2024 ഞാൻ കുറച്ചും കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. കൺസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുക, ഡെയിലി ഡയറ്റ് നോക്കുക, ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതിരിക്കുക, അങ്ങനെയല്ല. നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട നമ്മളുടെ സിറ്റുവേഷൻസ് മാറും. നമുക്ക് കുറേ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരും. അപ്പോഴൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ആ ബാക്ക് ടു ട്രാക്കിലേക്ക് വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കിപ്പോൾ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു, നമ്മൾ ഡയറ്റും വർക്കൗട്ടൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അതോടുകൂടി കഴിഞ്ഞു. പിന്നെ ഒരിക്കലും ഡയറ്റും വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല.
അങ്ങനെയാണെങ്കിൽ നമ്മൾക്കതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണെങ്കിലും ബാക്ക് ടു നമ്മൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് വരിക എന്ന് പറയുന്ന അങ്ങനെ ചെയ്തു പോകുന്നതിനെയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് പറയുന്നത്. അപ്പൊ ഞാൻ ഈ വർഷം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ഞാൻ നല്ല കൺസിസ്റ്റന്റ് ആയിരുന്നു. എനിക്കിതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു രീതിയായിട്ടാണ് തോന്നുന്നത്. ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാനൊരു ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ ആ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലും ഇവരുടെ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 3 months പ്രോഗ്രാം ആയിരുന്നു. അതെനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. കാരണം എന്റെ ബോഡിക്ക് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡയറ്റും വർക്കൗട്ടും ആണ് അവർ എനിക്ക് തന്നത്. എന്റെ ബോഡി വെയിറ്റിനനുസരിച്ച് ഞാൻ എത്ര എമൗണ്ട് ഫുഡ് കഴിക്കണം. ഇപ്പൊ ചോറാണെങ്കിൽ ഒരു 150 gram ചോറ് ഞാൻ കഴിക്കണം. അതുപോലെ ഒരു 100 gram ചിക്കൻ, 100 gram ഫിഷ്, അങ്ങനെ പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് ക്വാണ്ടിറ്റി സ്പെസിഫൈ ചെയ്ത് എന്റെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു 1300 കാലറീസിന്റെ ഒരു ഡയറ്റ് ആണ് അവരെനിക്ക് തന്നത്. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതുപോലെ എക്സസൈസ് ആണെങ്കിലും എന്റെ ബോഡി കണ്ടീഷൻ അനുസരിച്ച്, എനിക്കിപ്പോൾ ബാക്ക് പെയിൻ ഇഷ്യൂ ഉണ്ട്, അതുപോലെ എനിക്ക് ഡയസ്റ്റാസിസ് റെക്ടേ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. പലർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ വയറിൽ വരുന്ന ഒരു മസിൽ സെപ്പറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞാലും ചിലർക്ക് ആ മസിൽ തന്നെ ക്ലോസ് ആവും, ചിലർക്ക് ആ ഒരു മസിൽ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഒരു പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്ന പോലെ, വീണ്ടും പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്ന പോലെ ഒരു ഹാങ്ങിങ് ബെല്ലിയൊക്കെ ഉണ്ടാവും. എനിക്ക് ആ ഒരു കണ്ടീഷനൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് അതിന് പറ്റുന്ന വർക്കൗട്ടാണ് അവർ തന്നത്. അപ്പൊ ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ അതിനു മുമ്പും ഒരു നമ്മളുടെ നാട്ടിലെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല. അവർ കോമൺ ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് തന്നത്. എനിക്ക് PCOD ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, ഡയറ്റ് ഫോർ PCOD പേഷ്യൻസ്, അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഡയറ്റ്, ഞാൻ എത്ര കഴിക്കണമെന്നോ അത് എത്ര കാലറി ഫുഡാണ് കഴിക്കേണ്ടതെന്ന് അതൊന്നും അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുപോലെ എക്സസൈസ് ആണെങ്കിലും ഓരോ ദിവസത്തെയും വർക്കൗട്ട്സ് ഒരു ഗ്രൂപ്പിലാണ് അവർ ഷെയർ ചെയ്യുക. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആ ഒരു വർക്കൗട്ട് ചെയ്ത് അവർക്കത് നമ്മളെ ട്രാക്ക് ചെയ്യാനായിട്ട് ആളുണ്ടാവും, നമ്മളത് അവരെ ഇൻഫോം ചെയ്യാം. ഞാൻ ചെയ്തിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ എനിക്കറിയില്ല ചേഞ്ച് ആയിട്ടുണ്ടോന്ന്. എനിക്കതെന്തോ അത്ര വർക്കായില്ല. അതുപോലെ തന്നെ അവർക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ചോറ് കഴിക്കരുത്, പിന്നെ നല്ല ഷുഗർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ്, മാംഗോ, ബനാന, ഇതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ട് തോന്നി. നമ്മളൊരു ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കൊട്ടും സ്ട്രെസ് വരാൻ പാടില്ല. അയ്യോ എനിക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ, എനിക്കിത് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സ്ട്രെസ് വരാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറ്റ് നമ്മൾ നിർത്തി കഴിയുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വീണ്ടും കഴിച്ചു തുടങ്ങും. നമ്മൾ ആ കുറച്ച വെയിറ്റ് ഒക്കെ നമുക്ക് വീണ്ടും കൂടും. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ, ഞാനിപ്പോ ചെയ്യുന്നത്, ഞാൻ ഈ രണ്ടാമത് ചേർന്ന ഫിറ്റ്നസ് പ്രോഗ്രാമിൽ അവര് അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഷുഗർ കണ്ടന്റ് കുറെ ഉള്ളതും ഡീപ് ഫ്രൈഡ് ചെയ്ത ഫുഡൊക്കെ ഒഴിവാക്കണം. അതൊക്കെ നമ്മളുടെ ഒരു കോമൺ സെൻസ് ആണല്ലേ, നമുക്കറിയാതൊന്നും ഹെൽത്തി അല്ലാന്ന്. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. അതല്ല, നമ്മൾക്ക് ഇടയ്ക്ക് ഒരു ക്രേവിങ്സ് വരികയാണെങ്കിൽ നമുക്ക് കഴിക്കണം എന്ന് തോന്നുമ്പോൾ പോർഷൻ കൺട്രോൾ ചെയ്ത് വളരെ കുറച്ച് നമുക്ക് കഴിക്കാം. അപ്പൊ ഇവരുടെ ഞാനിപ്പോ രണ്ടാമത് ജോയിൻ ചെയ്ത ഫിറ്റ്നസ് പ്രോഗ്രാമിൽ അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം കഴിക്കാം, ബട്ട് ഇൻ മോഡറേഷൻ. ഞാൻ ആരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മമ്മൂട്ടി ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം, ഇഷ്ടമുള്ള അത്ര കഴിക്കരുതെന്ന്. അതെനിക്ക് നല്ലൊരു കോട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ഡയറ്റൊന്നും അതൊന്നും സസ്റ്റൈനബിൾ അല്ല. അപ്പൊ നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം, ക്വാണ്ടിറ്റി ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കണം എന്നേ ഉള്ളൂ. അതും ഫ്രീക്വൻസി ഒന്ന് കുറയ്ക്കുക. നമ്മൾ റെഗുലർ ആയിട്ട് കഴിക്കാതെ വൺസ് ഇൻ എ വൈൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിലാണ് നമ്മൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നല്ലൊരു ഡയറ്റ്, വെയിറ്റ് ലോസിനാണെങ്കിലും എന്താണെങ്കിലും നമുക്കത് ഫോളോ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഈ വർഷം ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും എനിക്കത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ റീസൺസ് ഉണ്ടായിരുന്നു. എനിക്കത് ചെയ്യാതിരിക്കാനുള്ള കുറെ തടസ്സങ്ങൾ ഈ വർഷം ഉണ്ടായിട്ടുണ്ട് തന്നെ പറയാം. ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്റെ ഇൻലോസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പുറത്ത് പോയി കഴിക്കലും അങ്ങനെ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് എനിക്കൊന്ന് നാട്ടിൽ പോകേണ്ടി വന്നു. എന്റെ അച്ഛന് സുഖമില്ലാതെ നാട്ടിൽ പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു, വീണ്ടും നാട്ടിൽ പോകേണ്ടി വന്നു. അപ്പോഴൊക്കെ ഞാൻ കുറച്ചധികം മെന്റലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈമാണ്. അതൊക്കെ എനിക്ക് എന്റെ ഡയറ്റും വർക്കൗട്ടൊക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള റീസൺസ് ആയിരുന്നു. നിങ്ങൾക്കറിയാലോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് തോന്നില്ല. പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ എക്സസൈസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ റെഗുലർ ആയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്കറിയാം, നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു മൂഡ്, നമ്മളിപ്പോൾ ഗ്ലൂമി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഒരു മൂഡ് ചെറുതായിട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റും. അതെല്ലാവർക്കും എനിക്കറിയില്ല, എനിക്കത് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആ കുറച്ച് നേരത്തേക്കെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ആയിരിക്കും നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. ആ ഒരു ടൈമിലെങ്കിലും നമ്മളൊന്നും വേറൊന്നും ആലോചിക്കാതെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെനിക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ മെന്റലി ഞാൻ സ്ട്രഗിൾ ചെയ്തെങ്കിലും എൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് എനിക്കത് വേണം എന്നുള്ളൊരു ചിന്തയിൽ എൻ്റെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വർക്കൗട്ടൊക്കെ ചെറിയ രീതിയിൽ ചെയ്യായിരുന്നു. അതുപോലെ ഞാൻ മാക്സിമം ആക്റ്റീവായിട്ട് ഇരിക്കാൻ നോക്കുമായിരുന്നു. എന്നും എല്ലാ ദിവസവും എങ്ങനെ ചെയ്തു എന്നല്ല, നമുക്ക് പറ്റാത്ത ദിവസങ്ങൾ ഞാൻ എൻ്റെ ബോഡിക്ക് ഒരുപാട് പ്രഷർ കൊടുക്കാറില്ല, ഞാൻ റെസ്റ്റ് എടുക്കും. അല്ല, എനിക്ക് കുറച്ച് ഓക്കെയാണ് എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഞാനത് ചെയ്യാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ടൈമിൽ ആണ് ഞാൻ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു പീസ്, ഒരു മെന്റൽ പീസ്, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവാനായിട്ട് നോക്കിയിട്ടുണ്ട്. ആ ഒരു നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ അതിന് ഞാൻ കുറച്ച് പ്രൊഡക്റ്റീവ് ആവാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടി ആക്റ്റീവ് ആവാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ആ ടൈമിലാണ് ഞാൻ വീണ്ടും ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. വീണ്ടും സ്റ്റാർട്ട് ചെയ്തതും കുറച്ചും കൂടി എൻ്റെ ബോഡി ആക്റ്റീവ് ആയതും കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ്. അത് ആക്ച്വലി എൻ്റെ ഒരു മെന്റൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയത്. പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയതും ആ ഒരു ടൈം തുടങ്ങിയിട്ടാണ്. കാരണം ജൂൺ വരെ, ജനുവരിയിൽ ഞാൻ എൻ്റെ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ജൂൺ വരെ എനിക്ക് കാര്യമായിട്ടുള്ള വെയിറ്റ് ലോസ് ഒന്നും ഉണ്ടായിട്ടില്ല. കഷ്ടി ഒരു 3 കിലോയാണ് കുറഞ്ഞത്. പക്ഷെ ജൂൺ തുടങ്ങി ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ പ്രൊഡക്റ്റീവ് ആയി തുടങ്ങിയപ്പോൾ എൻ്റെ മേജർ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ഉണ്ടായത് ആ ഒരു ടൈം തുടങ്ങിയിട്ടാണ്. അത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞങ്ങൾക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ ടൈമിലാണെങ്കിലും ഞാൻ മാക്സിമം ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ തന്നെ നോക്കിയിട്ടുണ്ട്. ട്രിപ്പിന് പോയപ്പോഴാണെങ്കിലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അത്രയും ഹെക്ടിക് സ്കെഡ്യൂൾ ആണെങ്കിൽ അത് ഒഴിവാക്കും. അതല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ എങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻ്റെ ബോഡിക്ക് ഒരു എക്സസൈസ് കൊടുക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ടൈമിൽ ഫുഡൊന്നും അങ്ങനെ പുറത്തുനിന്ന് അധികം കഴിച്ചിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ, ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കൊണ്ടുപോയിരുന്നു. അതൊക്കെയാണ് അവിടെ പോയിട്ട് കുക്ക് ചെയ്ത് കഴിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഒരു അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സും ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. സാധാരണ നമ്മളൊരു ട്രിപ്പിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്ന് ഒരു 3-4 കിലോ ഒക്കെ കുറച്ച് പോയി കഴിഞ്ഞ് നാട്ടിലൊക്കെ പോയി വരുമ്പോൾ ഒരു 5 കിലോ 6 കിലോ ഒക്കെ കൂട്ടിയിട്ടാണ് തിരിച്ചു വരാറുള്ളത്. പക്ഷെ ഞങ്ങൾ ഈ ട്രിപ്പിന് പോയപ്പോൾ ഞാൻ 2 കിലോ കുറഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ അതൊക്കെ എനിക്കൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം എനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. എൻ്റെ ഒരു ഡയറ്റ്, എൻ്റെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, എനിക്കത് ഞാൻ അപ്പോഴേക്കും ഒരു ട്രാക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കങ്ങനെ എനിക്കറിയാം എങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഹെൽത്തി ആയിട്ടുള്ള ഫുഡും എങ്ങനെ കഴിക്കണം, എത്രത്തോളം കഴിക്കണം എന്നുള്ളൊരു നല്ല ബോധ്യം എനിക്കിപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു എബിലിറ്റി എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ റീസൺസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഇതൊന്നും വന്നിട്ടും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് ഇതുവരെ ഒരു 10 കിലോ വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം അതത്ര വലിയ നമ്പറൊന്നുമല്ല. ഇതിന്റെ ഇടയിൽ എനിക്ക് കൈക്കൊരു ഇഞ്ചുറിയും പറ്റിയിരുന്നു. ആ ടൈമിലൊന്നും ഞാൻ വർക്കൗട്ടൊന്നും അധികം ചെയ്തിട്ടില്ല. പക്ഷെ കുറച്ച് ഇൻഡോർ വാക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. എൻ്റെ 10 കിലോ കുറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്കത് വലിയൊരു കാര്യം തന്നെയാണ്. എനിക്കറിയാം ഈ 10 കിലോ കുറയുക എന്ന് പറയുന്നത് അത്ര വലിയൊരു നമ്പർ അല്ല. ചിലരൊക്കെ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടൊക്കെ ഈ 10-15 കിലോ ഒക്കെ കുറയ്ക്കുന്നവരുണ്ട്. അത് അവരുടെ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആയിരിക്കാം. അതുപോലെ അവരുടെ ബോഡി ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഞാനും പണ്ട് എൻ്റെ ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാം ചെയ്തിരുന്നപ്പോൾ എൻ്റെ കോച്ചിൻ്റെ അടുത്ത് ഞാൻ കംപ്ലൈന്റ് പറയായിരുന്നു, അയ്യോ അവർക്ക് കുറയുന്നുണ്ട്, എനിക്ക് കുറയുന്നില്ല. അത് ഓരോരുത്തരുടെയും ബോഡി കണ്ടീഷനാണ്. ഞാൻ ഇപ്പോൾ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിട്ടോ. എനിക്ക് പിന്നെ PCOD ഉണ്ട്. അതുപോലെ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് ലോസിനെ അത് എഫക്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ബോഡി കണ്ടീഷനാണ്. നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മളുടെ ബോഡിയിൽ എത്രത്തോളം പ്രോഗ്രസ് കാണുന്നുണ്ട്, നമ്മൾ അത് വെച്ചിട്ട് ഹാപ്പി ആവാനാണ് ട്രൈ ചെയ്യേണ്ടത്. അതൊക്കെ എനിക്കിപ്പോഴാണ് കേട്ടോ, കുറെ നാൾക്ക് നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കതൊക്കെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. നമ്മൾ ഈ കമ്പയർ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഒരു അൺനെസസറി സ്ട്രെസ് എടുക്കുകയാണ്. അതുകൊണ്ട് വലിയ യൂസ് ഇല്ല. അപ്പൊ നമ്മളുടെ ബോഡീനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ കുറച്ച് വർക്കൗട്ടൊക്കെ കൊടുക്കുക. വെയിറ്റ് ലോസിന് അല്ലെങ്കിൽ തന്നെ മാക്സിമം ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ നോക്കുക. എല്ലാവർക്കും എനിക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെയും സിറ്റുവേഷൻസ് സെയിം ആയിരിക്കാമെന്നില്ല. പക്ഷെ നമ്മൾ മാക്സിമം ആക്റ്റീവായിട്ട് ഇരിക്കാൻ നോക്കുക, മാക്സിമം ടൈം കണ്ടെത്താനായിട്ട് നോക്കുക. ഇനീഷ്യലി ഒരു 10 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ 10 മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ എക്സസൈസുകളുണ്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു ഇൻഡോർ വാക്കിംഗ് ചെയ്യാം. പുറത്ത് നടക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അങ്ങനെ നടക്കാൻ പോവാം. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ചെറിയ സ്റ്റെപ്സ് എടുത്ത് വെക്കുക. നമ്മളൊരു ട്രാക്കിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ തോന്നും ഇത് കുറച്ചും കൂടി ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തു തുടങ്ങാം. അപ്പൊ ഞാൻ ഇത്രയും നാളും ആ ഒരു രീതിയാണ് ഫോളോ ചെയ്തത്. എനിക്കിപ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് കിട്ടിയ റിസൾട്ട്സിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് വെയിറ്റ് ലോസ് ഒക്കെ ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നവർ അവർ ന്യൂ ഇയർ വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇഫ് യു വോണ്ട് ടു സ്റ്റാർട്ട് ദെൻ സ്റ്റാർട്ട് ടുഡേ. അത് നാളേക്ക് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടി പിടിക്കും. അപ്പൊ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക.
ഇന്ന് തന്നെ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് അടിച്ചു നോക്കുക, നമ്മളുടെ ബോഡിക്ക് എത്ര ഫുഡ് വേണം, നമ്മൾ എത്ര കഴിക്കണം. അപ്പോൾ നമുക്കൊരു അറൗണ്ട് ഫിഗർ കിട്ടും. അപ്പോൾ അത് വെച്ച് പിന്നെ ഹെൽത്തിഫൈ മീ പോലെയുള്ള ആപ്സ് ഒക്കെ വെച്ച് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒന്ന് ട്രാക്ക് ചെയ്യാം. നമ്മൾ എത്രത്തോളം കഴിക്കുന്നുണ്ട്, എന്താണ് നമ്മൾ കഴിക്കുന്നത്, അതൊന്ന് ട്രാക്ക് ചെയ്യാം. അതുപോലെ ചെറിയ രീതിയിൽ നമ്മളുടെ ബോഡി കണ്ടീഷൻസ് ഒക്കെ വെച്ച് ഇപ്പോൾ ChatGPT-യിലൊക്കെ നമ്മളുടെ ബോഡി കണ്ടീഷൻസും ബോഡി വെയിറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഒരു കേരള ഡയറ്റ് പ്ലാനും അതുപോലെ നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു വർക്കൗട്ട് ഒക്കെ കിട്ടും. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് എൻ AI, അതൊരു ഹ്യൂമൻ പേഴ്സണൽ ട്രെയിനറിനൊന്നും റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. എനിക്കറിയില്ല അത് എത്രത്തോളം അക്യുറേറ്റ് ആയിരിക്കുന്നു. ഒരു ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ജിമ്മിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു പേഴ്സണൽ ട്രെയിനറൊക്കെ എടുക്കാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അത് ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാനിപ്പോ ഇത്രയും നാളും ചെയ്തത് വീട്ടിലാണ്. ഒരു 2 മാസം ഇതുവരെയുള്ളതിൽ ഒരു 2 മാസം ജിമ്മിൽ പോയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് കാര്യമായിട്ടുള്ള വെയിറ്റ് ലോസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഹോം വർക്കൗട്ട്സ് ഒക്കെ ചെയ്തിട്ടാണ് എന്റെ വെയിറ്റ് ലോസ്, മേജർ ആയിട്ടുള്ള വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ജിമ്മിൽ പോകണമെന്നൊന്നും നിർബന്ധമില്ല, വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടും. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്കിപ്പോൾ നമ്മളുടെ ഒരു കോമൺ സെൻസ് വെച്ച് നമ്മൾ ആലോചിക്കുക, എന്റെ ബോഡിക്ക് എന്താണ് പറ്റുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് എടുത്ത് ഇഫ് യു വോണ്ട് ടു സ്റ്റാർട്ട് ദെൻ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ്. ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല നിങ്ങൾക്കത് ബോറടിച്ചോ, കാരണം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോന്നും എനിക്കറിയില്ല. ആരെങ്കിലും ഒരാളെങ്കിലും മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം. പിന്നെ ഞാനിപ്പോഴും എൻ്റെ ഒരു ഗോൾ അച്ചീവ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് എൻ്റെ ഒരു വെയിറ്റ് ബിലോ 60 ആക്കണം എന്നാണ് ആഗ്രഹം. അത് ഒരു ജനുവരി ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും, ജനുവരി 29-ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിനു മുമ്പ് എനിക്ക് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ട്. പിന്നെ വയറ് കുറയ്ക്കാന്നുള്ളത് അതെന്തായാലും അതിന് മുമ്പൊന്നും നടക്കില്ല. കുറച്ച് ടൈം എടുക്കണ ഒരു പ്രോസസ്സ് തന്നെയാണ്. അപ്പൊ അത് ഞാൻ നോക്കുന്നില്ല. പക്ഷെ വെയിറ്റ് ഒരു ബിലോ 60 ആക്കണം എന്നുള്ളത്, അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 വീക്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ എന്നിങ്ങനെ പ്ലാൻ ഉണ്ട്. നെക്സ്റ്റ് വീക്ക് തുടങ്ങി. അത് ഡെയിലി വീഡിയോസ് ഞാൻ ഇടുന്നില്ല, അതെനിക്ക് കുറച്ച് ഹെക്റ്റിക് ആണ്. വീക്ക്ലി ഒരു വീഡിയോ വെച്ച് അതിൽ ഞാൻ എൻ്റെ വെയിറ്റ് ഓരോ വീക്ക് കഴിയുമ്പോഴുള്ള വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ആ ഒരു വീക്കിൽ കഴിച്ച ഫുഡൊക്കെ ജസ്റ്റ് ഫോട്ടോസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് അതിനൊരു ചെറിയൊരു വീഡിയോ പോലെ 6 വീക്സ് ചലഞ്ച് ആയിട്ട് ചെയ്യാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. ന്യൂ ഇയർ ഒക്കെ ആവുന്നത് പ്രമാണിച്ച് നമ്മളുടെ ഔട്ട്ലുക്ക് ഒക്കെ ഒന്ന് മാറ്റണം. നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്സ്, ഇപ്പൊ അതുപോലെ ഷുഗർ ഒക്കെ ഒന്ന് ഒഴിവാക്കുക. ചായയിലൊക്കെ കുറച്ച് ഷുഗർ ഒക്കെ ഇട്ട് കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അതല്ലാതെ ഒഴിവാക്കാൻ പറ്റുന്നവര് കുറച്ച് നാളത്തേക്ക് നമ്മളുടെ ഒരു ടാർഗറ്റ് എത്തുന്നവരെ ഈ സംഭവങ്ങളൊക്കെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ആദ്യം തന്നെ നമ്മൾ നമ്മളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യണം. നമുക്ക് ഹെൽത്തി ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് കൊണ്ടുവന്നാലാണ് ഇതൊക്കെ പറ്റുള്ളൂ. അങ്ങനെ അതിന് പറ്റുന്ന പോലെ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഡിഫറൻസ് കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ കിട്ടും ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട്. അപ്പൊ അങ്ങനെ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാം. എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പ്രൊഫഷണൽ അല്ല. ഇപ്പോൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇരുന്ന് പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്റെ ബോഡിയിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്താലാണ് വർക്ക് ചെയ്യാം, അതുപോലെ ഈ ഫിറ്റ്നസ് പ്രോഗ്രാമിലൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഒരു പറഞ്ഞു തരാൻ മാത്രം വലിയൊരു പ്രൊഫഷണൽ അല്ല. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എനിക്കറിയുന്ന പോലെ പറഞ്ഞുതരാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും കാണുന്നത് വരേക്കും ബൈ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. എല്ലാവരുടെയും നല്ലൊരു അടിപൊളി വർഷമാവട്ടെ, അടിപൊളി ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. That's it. Thank you for watching.